ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ചാനലിൽ അഗെയിൻ ഒരു ചലഞ്ചാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതെന്താ ചലഞ്ചാണോ എന്ന്? യെസ് ഗൈസ്, അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ചലഞ്ച് വീഡിയോ ഒക്കെ ചെയ്യാമല്ലോ. ഇത് ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്ത് ചെയ്യുന്നതല്ല കേട്ടോ. ആക്ച്വലി ഇവിടെ രണ്ട് എന്താ പറയുക, മാഗി ഉണ്ട് കേട്ടോ. ഒരു വലിയ മാഗിയും ഒരു ചെറിയ മാഗിയും. അങ്ങനെ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വന്ന് ആദ്യം ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വാങ്ങിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അച്ഛൻ കടയിൽ പോയപ്പോൾ 4 ചോക്ലേറ്റിൻ്റെ മിഠായി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, യെസ്, നമുക്ക് ഒരു വെറൈറ്റി കോമ്പിനേഷൻ ആക്കിയാലോ എന്ന് ഓർത്തിട്ട് ആണ് ആക്ച്വലി ഇങ്ങനെ വീഡിയോ പെട്ടെന്ന് ഇപ്പോൾ ഞാൻ ഓൺ ദ സ്പോട്ടിൽ ഒന്നും ചെയ്തിട്ടില്ല യെസ്, ഞാൻ വന്നിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുകയാണ് അങ്ങനെ ഒരു വെറൈറ്റി കോമ്പിനേഷൻ എന്നുള്ള രീതിയിൽ നമുക്കത് ചെയ്യാമെന്ന്. ആക്ച്വലി എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ മാഗിയും അതേപോലെ എന്ത് മിഠായിയാണ് എൻ്റെ കയ്യിലുള്ളതെന്നും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള മാഗി. ഇത് കുറച്ച് വലിയ പാക്കും ഇത് ചെറിയൊരു പാക്കുമാണ് കേട്ടോ. പിന്നെ ഉള്ള മിഠായി ഇതാണ് നമ്മുടെ ചോക്ലേറ്റ്സ്. ഒന്നും കൂടി ഉണ്ട് കേട്ടോ, ഒന്ന് അമ്മേൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ 2 ഞാൻ മോന് കഴിക്കാൻ, ആക്ച്വലി 2 എനിക്കും 2 മോനും വേണ്ടിയിട്ട് അച്ഛൻ വാങ്ങി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് 2 ഞാൻ മോനും എടുക്കും, 2 ഞാൻ എടുത്തിട്ട് നമുക്ക് ഈ മാഗീൻ്റെ കൂടെ കോമ്പിനേഷൻ ആക്കിയിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെയാണെന്ന് ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. ആക്ച്വലി ഇത് ഫുഡ് നന്നായാലും നന്നായിട്ടില്ലെങ്കിലും ഞാൻ കഴിക്കും കേട്ടോ. കഴിക്കണമല്ലോ, അതാണല്ലോ ചലഞ്ച് എന്ന് പറയുന്നത്. വേസ്റ്റ് ആക്കൂല എന്തായാലും. അപ്പോൾ ഞാൻ 2 മാഗി ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് മോനെടുത്ത് മാറ്റിയിട്ട് വെക്കും. എന്നിട്ട് എനിക്കുള്ളത് ഞാൻ വേറെ ഉണ്ടാക്കും. അതായത് ഈ ചോക്ലേറ്റ്സ് ആഡ് ചെയ്തിട്ടുള്ള മാഗി ഞാൻ വേറെ ഉണ്ടാക്കും. ഓക്കെ, അതാണ് ഞാനിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിത് പ്ലാൻ ചെയ്ത് ഇതാക്കുന്നതല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താവുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാം. ഓക്കെ, അപ്പോൾ നമുക്ക് പോകാം. ഗോ ടു കിച്ചൺ. ഓക്കെ ഗൈസ്, നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ? ഞാൻ അടുക്കളയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ആദ്യമോനുള്ള കുഞ്ഞ് മാഗിയില്ലേ, അത് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അത് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ചലഞ്ച് മാഗി ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ചോക്കോ മാഗി നൂഡിൽസ്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ പേര് കേട്ടോ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ ചട്ടീൻ്റെ ഭംഗിയൊന്നും നോക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമോനുള്ള നൂഡിൽസ് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ചലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക് ഗൈസ്. അപ്പോൾ ഞാൻ ഈ വെള്ളത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാഗി 2 പീസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഞാൻ വല്ലാതെ കുത്തി ഇളക്കി ഉടക്കിന്നൊന്നുമില്ല കേട്ടോ. എനിക്ക് ആ നീളമുള്ള മാഗീൻ്റെ സംഭവമില്ലേ, അങ്ങനെ ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതേപോലെ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടുണ്ടെങ്കിൽ അധികം അങ്ങോട്ടേക്ക് കുത്തി ഇളക്കാതെ നമുക്ക് പൊട്ടാതെ ആ നീളത്തിന് തന്നെ കിട്ടുന്നതാണ് കേട്ടോ. എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് അതിലെ മസാല 2 പാക്കും ഇതിലേക്ക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ഏകദേശം വറ്റിപ്പോയി. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നോർമൽ നമ്മൾ മാഗി എങ്ങനെയാണോ ഉണ്ടാക്കുക അതേപോലെ തന്നെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണേ. ഓക്കെ ഗൈസ്, അപ്പോൾ ചെറുതായിട്ട് ഇത്തിരി വെള്ളം ഉണ്ട് കേട്ടോ അതിൽ. ആ സമയത്താണ് ഈ ഒരു ചോക്ലേറ്റ്സ് 2 കൂടി ഞാൻ അതിലേക്ക് പൊട്ടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ചൂട് തട്ടുമ്പോൾ തന്നെ അറിയാമല്ലോ, ചോക്ലേറ്റ് ആണ്. ചൂട് തട്ടുമ്പോൾ തന്നെ അത് നന്നായിട്ട് തന്നെ മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അതിലെ വെള്ളം വറ്റി കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ആ നൂഡിൽസിൻ്റെ ഉള്ളിലേക്ക് ഈ 2 ചോക്ലേറ്റ്സിനെയും ഒന്ന് എന്താ പറയുക, മൂടി വെക്കാം നമുക്ക് ഗൈസ്. ഓക്കെ, അത് നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് മാഗീൻ്റെ ആ നൂല് പോലെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ ഞാനിങ്ങനെ പിശുക്കത്തരം കാണിച്ചിട്ട് മിക്സ് ചെയ്യുന്നത് ഗൈസ്. ഓക്കെ, അവസാനം ഞാനത് മാഗീൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് ഒളിപ്പിച്ച് വെക്കാണ് കേട്ടോ, നന്നായിട്ട് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇനി എന്തെങ്കിലും ചലഞ്ച്, അതായത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന എന്തെങ്കിലും ചലഞ്ചൊക്കെ ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാനത് ചെയ്ത് കാണിക്കുന്നത് ാണ് കേട്ടോ. എന്താ പറയാ,
എന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ കേട്ടോ ഗൈസ്, അത് കൂടി പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടോ? നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടോ, നമ്മുടെ ചെറിയൊരു പീസാണ് ചോക്ലേറ്റിൻ്റെ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം തന്നെ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നല്ല ചോക്ലേറ്റിൻ്റെ സ്മെല്ലാണ് കേട്ടോ ഗൈസ് വരുന്നത്. അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. സ്മെൽ വൈസ് ഗുഡാണ്. ഇനി ടേസ്റ്റ് വൈസ് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ജസ്റ്റ് നമ്മൾ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് അടച്ചും കൂടി വെക്കണുണ്ട് കേട്ടോ, നന്നായിട്ടൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ചോക്ലേറ്റ്സ് നന്നായിട്ട് തന്നെ മിക്സ് ആവട്ടെ. മിക്സ് ആയി കഴിഞ്ഞിട്ട് നമുക്കിത് കഴിക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, ഫൈനലി ഞാനിവിടെ നമ്മുടെ ചോക്ലേറ്റ് മാഗി റെഡിയാക്കിയിരിക്കുന്നു. എന്താവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ സാധനം ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പാത്രത്തിൽ ചൂടുണ്ട് നല്ല. സ്മെൽ വൈസ് ഗുഡ്. നല്ല നമ്മുടെ ചോക്ലേറ്റിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും. ഇത്രയും ഉണ്ട് കേട്ടോ. ഇത് മുഴുവൻ ഞാൻ കഴിക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്, കാരണം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മുഴുവൻ എന്തായാലും കഴിക്കണമല്ലോ അല്ലേ, വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ, ഫുഡല്ല എന്തായാലും. അപ്പോൾ ഞാനിവിടെ ചൂട് ഇടാം, നല്ല അടിപൊളി ചായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കഴിക്കാൻ വേണ്ടി പോവാം. ചോക്ലേറ്റ് ഒക്കെ മൊത്തം മെൽറ്റ് ആയിട്ടില്ലേ? മൊത്തം മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതാ ചെറിയൊരു പീസ് ചോക്ലേറ്റിൻ്റെ. കുഴപ്പമില്ല, സെറ്റാണ് കേട്ടോ. ആ ഒരു സ്മെല്ലും നമ്മുടെ മാഗിയുടെ മസാലയില്ലേ, ആ ഒരു ചെറിയൊരു എരിവും, മാഗി മസാലയിൽ അറിയാലോ ഓൾറെഡി ചെറുതായിട്ട് ആ ഒരു മസാല പാക്കിൻ്റെ അകത്ത് കുറച്ച് ഷുഗർ ഉണ്ടാകും. ഇപ്പോൾ ഇത് ചോക്ലേറ്റിൻ്റെ എന്തോ ഒരു ഫ്ലേവർ ഇട്ടതുപോലെ ഒരു ടേസ്റ്റ് അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ മാറ്റമൊന്നുമില്ല കേട്ടോ. സംഭവം കുഴപ്പമില്ല. ഉപ്പുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി ഒരിത്തിരി ഇത്തിരി കൂടി മധുരമുണ്ട്. പിന്നെ അതേപോലെ ചോക്ലേറ്റിൻ്റെ ആ ഒരു ടേസ്റ്റും ഉണ്ട്. കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഇത് കഴിച്ചിട്ട് ഇപ്പോൾ നാളെ എന്താ അവസ്ഥ ഒന്നും അറിയില്ല, കാരണം ഞാൻ ഇതുവരെ ഈ സംഭവം ട്രൈ ചെയ്തില്ല. ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് ഇപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നത്. 2 മാഗി ഉണ്ടല്ലോ, അച്ഛനാണെങ്കിൽ 4 ചോക്ലേറ്റും കൊണ്ടുവന്ന്, അപ്പോൾ അത് രണ്ടും കൂടി എന്തെങ്കിലും ആക്കിയാലോ എന്നുള്ളൊരു ചിന്ത പെട്ടെന്ന് വന്നതാ, അല്ലാതെ പ്ലാൻ ചെയ്തതൊന്നല്ല കേട്ടോ. ഓക്കെ, ഇറ്റ്സ് ഗുഡ്, നല്ലതാ. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് അറിഞ്ഞൂടാ, എന്നാലും എനിക്ക് ഇഷ്ടമായിട്ടോ, കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ചായക്ക് മധുരമില്ല കേട്ടോ. ചൂടുണ്ട് പാത്രത്തിന്. ഓക്കെ ഗൈസ്, അപ്പം ഞാനിത് കംപ്ലീറ്റ് ചെയ്യട്ടെ കേട്ടോ. ഫിനിഷ് ചെയ്യും, ഞാൻ എന്തായാലും ഫിനിഷ് ചെയ്യും. ഇത് അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ വേറെ ഒന്നും കഴിക്കാനൊന്നുമില്ല. ഇപ്പോൾ സമയം 7 മണി, ഇനിയിപ്പോൾ കഴിഞ്ഞു, ഡിന്നറാണിത്. ഓക്കെ, അപ്പം ഞാനിത് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യട്ടെ കേട്ടോ.
ഫൈനലി ഗൈസ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നു. നമ്മുടെ ചലഞ്ച് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു ഗൈസ്. ദാ ചായ കുടിച്ചു. ഇനി നാളത്തെ അവസ്ഥ അതെന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. നാളെ അല്ല, ഇന്ന് രാത്രിയോട് കൂടിയിട്ട് തന്നെ എന്താവും എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത് അറിയണമെങ്കിൽ നാളത്തെ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, എന്തായാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. എന്താ പറയുക, നോർമൽ അറിയാലോ, ഇവിടെ മാഗി മസാലയിൽ ഓൾറെഡി തന്നെ കുറച്ച് മധുരം ഉണ്ടാകും. അപ്പോൾ ആ മധുരത്തിനെക്കാട്ടും ഒരു ഇത്തിരി കൂടി മധുരം കൂടി, പിന്നെ അതേപോലെ ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. കുഴപ്പമില്ല, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നത് കൂടിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചലഞ്ച് നമ്മുടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മെയിനായിട്ട് വേറൊരു ചാനലും കൂടി ഉണ്ട്, ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതും കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. വ്ളോഗ്, അതേപോലെ ട്രാവൽ വ്ളോഗ്സ്, ഡെയിലി വ്ളോഗ്സ്, ഇതേപോലെ ചലഞ്ച് വീഡിയോസൊക്കെ നമ്മൾ ഇനിയും ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നുണ്ട്. അതൊക്കെ ഈ ചാനലിൽ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.